ഹായ് ഫ്രണ്ട്സ്, ഞാനേ കഴിഞ്ഞ ആഴ്ച കാഞ്ഞങ്ങാട് പോയി കേട്ടോ. അപ്പോൾ ആ പോകുന്ന സമയത്തൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം സാധാരണ കാഞ്ഞങ്ങാട് പോകുന്ന സമയത്തൊക്കെ ഞാൻ ആ ബസ്സിൽ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിന് ശ്രദ്ധിക്കാറുണ്ട്. അതിലുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഒന്ന് അടുത്ത് പോയിട്ട് കാണണമെന്ന് എനിക്ക് വളരെ മോഹമാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ തൊട്ടടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നറിയില്ല, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. ഈ ഷോപ്പിൽ കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കണ്ടോ, പാളത്തൊപ്പി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം ഷോപ്പുകളിലൊന്നും കാണാത്ത റെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മുറമുണ്ട്, പിന്നെ കുറേ കൊട്ടയുണ്ട്. കൊട്ട ചൂരൽ കൊണ്ടുള്ളതുണ്ട്, പിന്നെ വേറെ മുള കൊണ്ടൊക്കെ ഉള്ളതുണ്ട്. അത് പല ഡിസൈനിലുണ്ട്. പിന്നെ ഇതാ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നില്ലേ, ഇത് നമ്മൾ ചൂട് പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നാണ് പറഞ്ഞത്. ടേബിൾ മേലൊക്കെ ചൂട് പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. വിശറി ഉണ്ട്, പിന്നെ ഈ ചെറിയ ചൂല് പോലെ ഒരു സംഭവം കാണുന്നില്ലേ, അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അമ്പലത്തിൻ്റെ ആ ഉള്ളിൽ വിഗ്രഹങ്ങളുടെ ആ ഭാഗത്തൊക്കെ അടിച്ച് വാരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കർണാടകയിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്, നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമല്ല. കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഊറ്റുന്ന സാധനം, ആ റൗണ്ടിലുള്ള സാധനം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചൂരൽ കൊണ്ടുണ്ടാക്കിയ ഒരു താറാവിനെ കണ്ടു, താറാവിൻ്റെ ബാസ്ക്കറ്റ് കണ്ടു. ഇതിൽ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റും. പിന്നെ എന്താ പലാക്കത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ കത്തിക്ക് പകരം നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ പ്രായമാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരുന്നിട്ട് ഇത് മുറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് നമ്മളെ ടേബിൾ ടോപ്പുമിലോ അല്ലെങ്കിൽ കൗണ്ടറിലൊക്കെ വെച്ചിട്ട് കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പല തരത്തിൽ ഇതൊക്കെ ഇത് ബാസ്ക്കറ്റ്, ഫ്ലവർ ബാസ്ക്കറ്റ്, ഇതൊക്കെ ചൂരലുകൊണ്ട് ചെയ്തതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്